ഇന്ന് ഈ പരിപ്പ് കറി വെക്കാൻ പോയേനെ. പരിപ്പൂടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് പരിപ്പും കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് കറി വെക്കാനാണ്. കുറച്ച് കർക്കിടക മാസത്തിൽ വെച്ചുകൂടാന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ല തളിർത്ത ഇലയാണ്. കുറച്ച് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, അത്രയും എടുത്തിട്ടില്ല. ഇങ്ങനെ മൂത്ത് പോയിട്ടൊന്നുമില്ലല്ലോ, തളിരിലയല്ലേ. ഒന്നും കറിയില്ല. ഇന്നതുകൊണ്ട് തേങ്ങ, പച്ചമുളകാണ്, കുറച്ച് ജീരകമെല്ലാം ഇട്ടിട്ട് കാന്താരി മുളക് ഇപ്പോൾ ഇട്ടതാണിത്. അത് 2-3 ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ടിട്ട് ഞാനിത് അരച്ചു കൊണ്ടട്ടെ. പരിപ്പ് വേവുന്നുണ്ട്, ഞാൻ അരച്ച് കൊണ്ടുവരേ. ജാറിലിട്ടിട്ടുണ്ട്. നമ്മൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേറെ നീൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്, കണ്ടോ. അങ്ങ് രാവിലെ വെള്ളരിക്ക ഓലം വെച്ചിന്. കുറച്ച് കഞ്ഞി കുടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് കുറച്ച് ഓലം വെച്ചിന്. അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടാട്ടില്ലേ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ടേ. മുരിങ്ങയില ഇതിലിടാം. ഇത് കുറച്ചേ ഉള്ളൂ. ഇങ്ങനെല്ലാം തട്ടുമുട്ട് കറി വെക്കാൻ പഠിക്കണം. അത് പോവുകയും ചെയ്യില്ല, ഇതിൻ്റെ ഒന്നിച്ചതങ്ങ് ബാക്കിയാവുകയും ചെയ്യില്ലല്ലോ. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ അതങ്ങ് പോവും. ആരും അറിയേയില്ല അതിൻ്റെ ഇടയ്ക്ക്. നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടേനെ. മണിക്കൂറും കൂടെ വേണ്ട ഈ കറി ആവാൻ. നല്ല സമയം കൊണ്ട് ഈ കറിക്ക്. തേങ്ങ അരപ്പൊടിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴയാണ്. ഇന്നൊരേ മഴ തന്നെ. കുറച്ച് സമയം ഒരു വെയിലുണ്ടായിരുന്നു, പിന്നെ മഴ തന്നെ. ഇതിൽ വയ്ക്കുന്നുണ്ട്. ഇന്ന് അരയൊന്നും വേണ്ട. മിനിത്തെ പുളിശ്ശേരിക്കൊന്നും ഇറക്കുമ്പോൾ ഇറക്കിയൊന്നും വേണ്ട. അത് ഉണ്ടല്ലേ, ഇങ്ങനെ അരയണം. കറിയായിട്ടുണ്ട്. അതിന് താളിക്കാൻ വേണ്ടിയിട്ട് കടുവും കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുരിങ്ങാച്ചപ്പ് പരിപ്പ് കറി, ഇതാണ് ഇന്നത്തെ കറി. പിന്നെ നമ്മൾ നേരത്തെ അച്ചാർ, ഇത്രയും അച്ചാറായി നിന്ന് ഇതെടുത്തിട്ടേ ഇല്ലാതെ പിന്നെ മറ്റേത് കഴിഞ്ഞു വന്നു, അതിന് മുമ്പാക്കിയത്. അതുകൊണ്ട് ഇനി ഇതെടുക്കാം. ഇതും കൂടി ഒരു പപ്പടമോ എന്തെങ്കിലും ഉണ്ടായാലും മതിയല്ലോ കറി.